ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശുദ്ധീകരണം എങ്ങനെ പ്രാപിക്കാം. നിത്യജീവനാകുന്ന അന്ത്യം പ്രാപിക്കണമെങ്കിൽ സ്വന്തം മനസ്സോടെ തൻ്റെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കണം. സാക്ഷാൽ നീതി ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കണം. നാം നമ്മെ തന്നെ പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തിൽ സമർപ്പിക്കണം. ദൈവത്തിന് കൈമാറണം, അഥവാ സാത്താനെ ഉപേക്ഷിച്ച് മശിഹാ തമ്പുരാനെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ അവയവങ്ങളെ നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതൊക്കെ അവയവങ്ങളെ ആണ് നാം ശുദ്ധീകരണത്തിനായി സമർപ്പിക്കേണ്ടത്? ഒന്നാമത്തേത് നാവ്, രണ്ടാമത്തേത് കണ്ണ്, മൂന്നാമത്തേത് ചെവി, നാലാമത്തേത് കൈകാലുകൾ. എങ്ങനെയാണ് നാം ഈ അവയവങ്ങളെ ശുദ്ധീകരണത്തിനായി സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആണ് നാവ്. എങ്ങനെയാണ് നാവിനെ കൺട്രോൾ ചെയ്യേണ്ടത്? സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 39-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിനെ ചൂടുപിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തിയപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ എന്ന് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത് എന്ന്. നാം ഈ നാവിനെ കൺട്രോൾ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ശത്രുതയിൽ നിന്നും നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കും. ഈ നാവാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമുക്ക് മിത്രങ്ങളെ ലഭ്യമാക്കുന്നതും ഈ നാക്ക് തന്നെ ആണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ എടുത്ത് പറയുന്നത്. 5-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ആണ് കണ്ണ്. ഞാൻ കാണേണ്ടതായി ഉള്ളത് മാത്രം കണ്ടതായി ഉറപ്പിക്കുക, അല്ലാത്തത് കണ്ടില്ല എന്ന് ഉള്ള തീരുമാനത്തിൽ എത്തുക. നമ്മെ സ്നേഹിക്കുന്നവരെയും ദൈവത്തിങ്കിലേക്കും നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉറപ്പിക്കാം. അതിനായി തിരുവചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളിൽ എന്താണ് പറയുന്നത് എന്നൊന്ന് നോക്കാം നമുക്ക്. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെടുന്ന ഓടുന്ന കാലും ഫോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം അധ്യായം 9-ാം വാക്യം: എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്തു കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചു കൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും. അവരുടെ സകല മ്ലേച്ഛതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 22-ും 23-ലും പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതാണെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് ദോഷത്തിന് പ്രേരണ നൽകുന്നതിനുള്ള അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ ഇനിയും ഉണ്ട്. മൂന്നാമത്തേത് ചെവി ആണ്. നാം
ദൈവത്തെ മാത്രം ശ്രമിക്കുക. അതിനുശേഷം നമുക്കുള്ളവരെയും ശ്രമിക്കുക. ദൈവം കാണിച്ചു തന്നതായ പറഞ്ഞു തന്നതായ കാര്യങ്ങൾ മാത്രം അനുസരിക്കുക. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. 4-ാമത്തെ പോയിന്റ് ആണ് കൈകാലുകൾ. നമ്മുടെ പാപങ്ങൾക്ക് കാരണം നമ്മുടെ ഈ കൈകാലുകളാണ്. അനേക വചനങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ നാവിനെയും കണ്ണുകളെയും ചെവികളെയും കൈകാലുകളെയും കൺട്രോൾ ചെയ്യണം. ശുദ്ധീകരണത്തിനായി ദൈവം മുമ്പാകെ സമർപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കണം. ഇതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇന്ന് 150-ാമത്തെ എപ്പിസോഡ് സമർപ്പിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.